Ladies and gentlemen, this is Adarsh and welcome to My Gonedi. 2025 ഏറ്റവും ബെസ്റ്റ് പടം, ഏറ്റവും ബെസ്റ്റ് മലയാളം സിനിമ, തമിഴ് സിനിമ, തെലുങ്ക് സിനിമ, ഹിന്ദി സിനിമ, നഹി ഏറ്റവും ബെസ്റ്റ് പടം ഏതാന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും വിക്രം പ്രഭുവിന്റെ സിറൈ. സോ ഈ സിനിമ കണ്ടവർക്ക് ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കും. സോ ഫൈനലി OTT വന്നിട്ടുണ്ട്, Z5 സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമ കാണാത്തവരാണോ, കാണാൻ പോണതിന് മുമ്പ് ഒരു കാര്യം ചെയ്തോ, തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ വിളിക്കുക, ഒരു ആംബുലൻസ് റെഡിയാക്കി നിർത്താൻ പറയാം. ആംബുലൻസ് അവൈലബിൾ അല്ലെങ്കിൽ ബെഡ് എങ്കിലും ബുക്ക് ചെയ്തിട്ടോ. കാർഡിയോളജിസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തോ. ഡയറക്ടർ സാർ இந்த மாதிரி டென்ஷன் കൂട്ടിയാ இந்த ഉടമ്പ് താങ്കാത്, ഉടമ്പ് ഇരിക്കും ആണാ ഉസിർ ഇരിക്കാത്, ഹാർട്ട് അറ്റാക്ക് വന്ന് പോയേനെ എന്ന് എന്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. എന്നെ സാർ പണി വെച്ചിരിക്കീങ്ക. സോ ഇതിന്റെ ടുവേർഡ്സ് എന്റെ ആകുമ്പോ മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ച് ബാലയ്യ പറയുന്ന പോലെ 150 km/h ഹാർട്ട് ബീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോ ഞാൻ നിർത്തി, സിനിമ കാണൽ നിർത്തി. അങ്ങനെ ഒരു സീക്വൻസിലാണ് കൊണ്ടേ നിർത്തുക. പിന്നെ എന്തോ ഭാഗ്യത്തിന് ബാക്കി ഞാൻ പറയില്ല. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമയാണ്. അതായത് ഈ സിനിമയിൽ ത്രില്ല് അടുപ്പിക്കുന്ന സീൻസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻസ് ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമോഷണൽ സീൻസ് ഉണ്ട്. എല്ലാത്തിന്റെ ഒരു പ്രോപ്പർ മിക്സ്, നോ പെർഫെക്റ്റ് മിക്സ്. 1 മണിക്കൂർ 59 മിനിറ്റിന്റെ പടത്തിൽ ഒരു സീനിൽ പോലും എനിക്ക് ഒന്നും നെഗറ്റീവായി തോന്നിയില്ല. ദിസ് ഇസ് ദ ബെസ്റ്റ്. ഇതിന്റെ മുകളിൽ ഒന്നുമില്ല. സോ വിക്രം പ്രഭുവിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ സിനിമയുടെ സോൾ ലൈഫ് പറയുന്നത് രണ്ട് പിള്ളേര്. ഇപ്പൊ ഞാനും ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാട്ട് സ്റ്റേറ്റ് വേഴ്സസ് ആ നോബഡി. അതില് 2 പിള്ളേരായിരുന്നു ആ പടത്തിന്റെ കംപ്ലീറ്റ് സോൾ. അതേപോലെ തന്നെ ഇതിന്റെ സോളും 2 പിള്ളേരാണ്. ഒന്ന് നമ്മുടെ മലയാളി നടി അനിഷ്മ. ആ കൊച്ചിന്റെ 2 പടം ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഒന്ന് അയാം കാതലിനും അതേപോലെ മറ്റൊന്ന് മരണമാസം. അയാം കാതലിന്റെ ക്യാരക്ടർ ഭയങ്കര എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് മരണമാസ് ഔട്ട് ആൻഡ് ഔട്ട് വെറുപ്പിക്കലായിരുന്നു. എന്നാ ഈ സിനിമയിൽ ആ ക്യാരക്ടറായിട്ട് കൊച്ചു ജീവിക്കുകയായിരുന്നു. എന്തൊരു കിടിലം പെർഫോമൻസ്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സീനിയർ ആക്ടർ വന്നാൽ പോലും ഇതിലും നന്നായി ചെയ്യാൻ പറ്റുന്നു. ദിസ് ഈസ് ദ ബെസ്റ്റ്. അജാതി പെർഫോമൻസ് ആയിരുന്നു. ആ കൊച്ചു കരയുമ്പോൾ നമ്മൾ കരയുടെ അജാതി പെർഫോമൻസ്. ആൻഡ് ആളെ കാണാൻ തന്നെ ഭയങ്കര ഐശ്വര്യമായിരുന്നു. കിട്ടു പെർഫോമൻസ് ആയിരുന്നു. സോ ഇതിനു ശേഷം എനിക്ക് തോന്നുന്നു ആൾക്ക് വൻ ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ എന്ന് പറയാം. ദാറ്റ്സ് ദ ഓൺലി തിങ് ദാറ്റ് ഐ ക്യാൻ സേ. ആൻഡ് മറ്റേ പയ്യൻ LK അക്ഷയ് കുമാർ എന്ന് എന്താണ് ആളുടെ പേരും, ഒപ്പത്തിനൊപ്പം കിട്ടു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഇവര് റൊമാൻസ് എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു അറിയും, കണ്ടിരിക്കാൻ തോന്നും, നല്ല രസമായിരുന്നു. സോ ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഹീറോന്റെ എൻട്രി. അത് കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ ഒരു സീൻ ഉണ്ട്. ലിറ്ററലി അവിടെ എനിക്ക് ഗൂസ് ബംസ് അടിച്ചു. പെട്ട സീനായിരുന്നു. അവിടുന്ന് തന്നെ പടം ഓൺ ആണ്. ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ് പടം ഓൺ ആണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സീൻ പ്രസന്റ് ആയിട്ട് കാണിക്കും, കുറച്ച് സീൻ ഫ്ലാഷ് ബാക്ക് കാണിക്കും. അപ്പൊ തന്നെ വിക്രം പ്രഭുവിന്റെ ഒരു റൊമാൻസ് ഉണ്ട്. ഒരു ചെറിയൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ പോർഷൻ ആണ്, ഒരു പാട്ടൊക്കെ ആയിട്ട്. ആൻഡ് ഇതിന്റെ മ്യൂസിക് വർക്ക് ചെയ്ത് ജസ്റ്റിൻ പ്രഭാകരൻ. കിടു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അണ്ണം പണിയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആൻഡ് ഭയങ്കര ത്രിൽ അടിപ്പിക്കുന്ന സ്കോർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിക്രം പ്രഭു പിന്നെ പറയണ്ടല്ലോ, അങ്ങേര് ഈ മറ്റേ പോലീസ് റോൾസിൽ എസ്കോർട്ട് പോണ പോലീസ്, അല്ലെങ്കിൽ ഈ ക്യാമ്പിലെ ഡ്യൂട്ടിയുള്ള പോലീസ്, അങ്ങനത്തെ റോള് ചെയ്യാൻ അങ്ങേരെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. കിടു പെർഫോമൻസ് ആയിരുന്നു. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വിക്രം പ്രഭുവിന്റെ അടുത്ത് ഭയങ്കര ഒരു മതിപ്പ് തോന്നും. അങ്ങേരെ ഈ മറ്റേ സിനിമാസ് തന്നെ എടുത്തു നോക്കിയാൽ മതി, കുറെ എണ്ണം അണ്ടർ റേറ്റഡ് ആണ്. ചിലതൊക്കെ കിടു പടങ്ങളാണ്. റീസെന്റ് ആയിട്ട് ഇങ്ങനെ ലവ് മാരേജ് ഒരു റീമേക്ക് പടമായിരുന്നു, പക്ഷെ നന്നായിട്ട് തന്നെ ആള് ചെയ്തിട്ടുണ്ട്. ഇറുകപ്പെട്ടു കിടു പടമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയുടെ സോൾ ലൈഫ് എല്ലാം ആ 2 പിള്ളേരാണ്. എന്തു രസമായിരുന്നു അറിയോ. ഒരു മൊമെന്റിൽ എനിക്കിത് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടൊരു പടമായിട്ട് തോന്നി. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഇവരെ റൊമാൻസ് ആൻഡ് ഇമോഷണൽ സീൻസ് ഒക്കെ ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. ഒരു പോയിന്റിൽ പോലും ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതില് ഈ കൊച്ചിന്റെ ചേച്ചിയുടെ ഭർത്താവായിട്ട് കൈയും കാലും തല്ലിയൊട്ടിക്കല കൈയും വെട്ടിയിട്ടിക്കാൻ അജാതി ഒരു ക്യാരക്ടർ. സോ ആ ആക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമ്മുടെ LK അക്ഷയ് കുമാറിന്റെ അമ്മയായിട്ട് നമ്മുടെ മലയാളിയായിട്ടൊരു നടിയെ ചെയ്തിരിക്കുന്നത്. എനിക്ക് ആളുടെ പേര് ശരിക്കും ഓർമ്മയില്ല. എല്ലാ പടത്തിലും ആള് ഭയങ്കര വയ്യായുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും, പക്ഷെ ഇതില് കിടുവായിരുന്നു കേട്ടോ. എന്റെ പൊന്നേച്ചി എന്ത് തെറിയാ നിങ്ങൾ വിളിക്കുന്നത്, ഞാൻ പോലും കേട്ടിട്ട് പോലും ഇല്ല പലതും. സോ ഔട്ട് ആൻഡ് ഔട്ട് ഭയങ്കര റോ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ട് പടം. സ്റ്റിൽ വയലൻസ് ഇല്ല, റേറ്റഡ് വയലൻസ് എന്നുള്ള പറയാനുള്ളൊന്നുമില്ല. 2-3 അടി അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര റോ ആൻഡ് റിയലിസ്റ്റിക് ആയി എടുത്തു വെച്ചിരിക്കുന്ന പടമാണ്.
അതായത് പോലീസുകാരുടെ ലൈഫ് കാണിക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ അവർ പറയേണ്ട റിലീജിയസ് പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം പറഞ്ഞു പോണ വളരെ നല്ലൊരു സിനിമ. വളരെ നല്ലൊരു സിനിമ. ദിസ് ഇസ് ദ ബെസ്റ്റ് സിനിമ. ഒരു പോയിന്റിൽ പോലും എനിക്ക് ഇത് ബോറായിട്ട് തോന്നിയില്ല. ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ല വൃത്തിക്ക് പെർഫോം ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ആ പോലീസുകാർക്കുള്ള കുറെ മെസ്സേജസ് ഒക്കെ ഉണ്ട്. സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനത്തെ പടത്തിനാണ് 100 കോടിയൊക്കെ കളക്ഷൻ കിട്ടേണ്ടത്. അല്ലാതെ തൊലിഞ്ഞ റൊമാൻസ്, അവിഞ്ഞ റൊമാൻസ് കാണിച്ചു വെക്കുന്ന പേട്ട തേങ്ങയ്ക്കല്ല. സോ ട്രൈ ഇറ്റ് ഔട്ട്. C5 അവൈലബിൾ ആണ്. ഇവൻ മലയാളം വേർഷൻ വരെ അവൈലബിൾ ആണ് തോന്നുന്നു.